ഹലോ ഗായ്സ്, ഇത് നമുക്ക് ഒത്തിരി കേക്ക് ഓർഡേഴ്സ് ഉള്ള ഒരു ദിവസമാണ്. ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മൾ ബെൻഡു കേക്കിൽ ചെയ്യുന്ന ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ക്ലയന്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ചിത്രപ്പണിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, ഡ്രോയിങ് ക്ലാസ്സിന് പണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇത്രയും കഷ്ടപ്പെടില്ലായിരുന്നു എന്ന്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ബെൻഡു കേക്ക് ആയിരുന്നു കേട്ടോ, കുറച്ച് ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വിന്റേജ് കേക്ക് റിബൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മാത്യൂസ് കേക്കിലാണ്. കേക്കിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോണ്ടീസും ബ്രൗണീസും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കിൻഡർ ബ്ലോണ്ടീസും അതുപോലെ തന്നെ ട്രിപ്പിൾ ചോക്ലേറ്റ് ബ്രൗണീസും കിൻഡർ ബ്ലോണ്ടീസും ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അതുകൂടാതെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, നമ്മൾ എന്ത് ചോക്ലേറ്റാണ് യൂസ് ചെയ്യാറില്ല, നമ്മൾ കോവച്ച ചോക്ലേറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു ഊസ് ഔട്ട് എഫക്റ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റോ ആവൂല കേട്ടോ. നല്ല വില കൊടുത്ത് പ്രീമിയം ചോക്ലേറ്റ് ആട്ടോ യൂസ് ചെയ്യാറ്. ബ്രാൻഡ് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരൂല. നമ്മുടെ ബ്രൗണീസിന്റെ സെല്ലിംഗ് പോയിന്റും ഇത് തന്നെയാണ് കേട്ടോ, ഈ ഊസ് ഔട്ട് ആവുന്ന ചോക്ലേറ്റ്സ്. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ റീസൺ ബ്രൗണീസിന് റേറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കുനാഫ മിൽക്ക് ചോക്ലേറ്റ് ബ്രൗണി ടപ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊറിയർ ഓർഡേഴ്സും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 500 ഗ്രാമിന്റെ ഒരു കാരമൽ കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. 500 ഗ്രാം കേക്കിന്റെ മുകളിലും നമ്മൾ ഫോണ്ടന്റ് വർക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അമ്മയാട്ടോ എന്റെ ഫോണ്ടന്റ് ആർട്ടിസ്റ്റ്. എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള ക്ഷമ തീരെ ഇല്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.